ഓ ഭയങ്കരം. എന്നതാ വല്ലിക്ക? ആ കേട്ടില്ലേ, ജയശങ്കറിന് വേറൊരു ഭാര്യയും കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണ്. എന്താ നിക്കണ? നിങ്ങക്കെന്താ ഇനിയും കെട്ടണോ? അയ്യോ വേണ്ടേ, ഞാനൊരു ഓളത്തിലിങ്ങ് പറഞ്ഞല്ലേ. അത്ര വലിയ ഓളമെപ്പൊന്നും വേണ്ട. പണ്ടത്തെ ഒരു നേഴ്സാണത്രേ. അവരുടെ പേരിലാ സിദ്ധാർത്ഥൻ നൽകിയ ചെക്ക് മാറിയതും. ചെക്ക് മാറ്റിയെടുത്തത് ദേവിക, അക്ഷരയും നിരഞ്ജനൊക്കെ ചേർന്ന് തന്നെയാ. ഇത് അവരാ പഴയ പാവ നേഴ്സ് നിറച്ച മരുന്നാ. പക്ഷെ അത് പൊട്ടുന്നതേ അക്ഷര വീടിന്റെ ഇടനെഞ്ചില്. അതുമാത്രമല്ല, അക്ഷര മാഡത്തിന്റെ അമ്മ മായാരഞ്ജിയുടെ മരണത്തിന് പിന്നിലും ആ പാവ നേഴ്സിനെ പിടിച്ചിട്ടുണ്ട്. നാണം കെട്ട കുടുംബത്തിനെ കേട്ടിട്ട് എന്റെ തൊലി ഉരിയുന്നു. ആ മേഡത്തിന്റെ അമ്മയുടെ മരണ രഹസ്യം ഞാൻ വേണമെങ്കിൽ ശംഖ് ഇറക്കി പറയാം. പക്ഷെ നല്ല ഫീസ് കിട്ടണം. അച്ചാച്ചനൊന്ന് അടങ്ങിയിരിക്കും. അച്ചാച്ചൻ ഒരു നല്ല ക്ലയന്റിനെ ആ പാളയത്ത് നിന്ന് കൊണ്ടുതരാം. അതെ, ആ നിരഞ്ജൻ താടിയിൽ ഇവിടുത്തെ ഭക്തരെ ഈ സന്തോഷ വാർത്ത അറിയിക്കണ്ടേ? ആ ദേവിക്ക് അറിയാവുന്ന കഥകളൊക്കെ തന്നെ ആയിരിക്കും ഇത്. ആ അവര് പിന്നെ അത് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ മിണ്ടത്തില്ലല്ലോ. ആഘോഷിക്കാനും സന്തോഷം നാട്ടുകാരെ അറിയിക്കാനും നമുക്ക് എന്തെല്ലാം വഴികളുണ്ട്. വാ നിത്യം. കിട്ടുന്ന വിവരങ്ങളൊക്കെ വെച്ച് അവൻ ആഘോഷിക്കാം ആ ശരത്ത്. പിന്നെ അവൻ കയ്യിൽ നിന്നിടുന്ന മേമ്പൊടി ഉപകഥകൾ വേറെ. പറയട്ടെ ദേവിക, നമ്മൾ മറ്റുള്ളവർക്ക് ആഘോഷത്തിന് കാരണമാവുന്നു എന്നതും ഒരു സന്തോഷമല്ലേ? പക്ഷേ ജയശങ്കർ സാറിനെ പോലെ ഒരാളെ കുറിച്ച് ഇവൻ ഈ ചെന്നായിക്ക് എങ്ങനെ ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നു? ചെന്നായിക്ക് വിവരങ്ങൾ കൊടുക്കാൻ കഥയിൽ മറ്റൊരു ചെന്നായ ഉണ്ടല്ലോ, വിശാൽ. കീരിയും ചെങ്കീരിയും അങ്ങനെ കണക്കൂട്ടിയാ മതി. അക്ഷരമ്മയുടെ എന്തു പറയുന്നു സർ? അക്ഷരയ്ക്കും സാറിനിടയിൽ ഒരു വിള്ളൽ വീണിട്ടുണ്ട്. അത് സത്യമാ. ഞാനൊന്ന് സംസാരിക്കണോ സർ? ആ വേണ്ട, അത് സംഗതി കൂടുതൽ വഷളാക്കിയേക്കും. ദേവിക ആരുടെ ഭാഗത്ത് നിൽക്കും? അതും ശരിയാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ സാർ എന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം? ഇതിലും പ്രശ്നങ്ങളുള്ള ജീവിതങ്ങളുണ്ട് ദേവിക. ആ ഞാൻ വെക്കാം സാർ. അപ്പുറത്തെന്തോ ഗൂഢാലോചനയൊക്കെ നടക്കുന്നുണ്ട്. പൊന്നുമണിയുടെ പേരും അതിനിടയിൽ കേൾക്കുന്നുണ്ട്. ശരി സാർ, വെക്കുകയാണേ.